ഇതഴിഞ്ഞു പോകുവേട്ടത്തി. ഉടുത്തിരിക്കുന്ന സാരിയിലേക്ക് നോക്കിയാണ് തുമ്പിയുടെ ചോദ്യം. കോളേജിലെ ഓണാഘോഷം ഇന്നാണ്. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഡ്രസ് കോഡൊന്നുമില്ല. തുമ്പി ഒരു വൈൻ റെഡ് ഷിഫോൺ സാരിയാണ് ഉടുത്തത്. നന്ദയാണ് ഉടുപ്പിച്ചു കൊടുത്തത് എന്ന് പറയാം. സാരി തന്നെ ഉടുക്കണമെന്നുള്ള മോഹം ഏറെയുണ്ടെങ്കിലും അത് ഊരിപ്പോകുമോ എന്നുള്ള പേടിയുമുണ്ട് പെണ്ണിന്. ഒന്നുമില്ലടാ, എല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇടുപ്പോളം എത്തുന്ന അവളുടെ പട്ടുപോലുള്ള തലമുടികൾ ഒതുക്കി ഇഴയെടുത്ത് ചെറിയൊരു ബട്ടർഫ്ലൈ ക്ലിപ്പ് കൂടി വെച്ച് കൊടുത്തു നന്ദ. പൂവൊന്നും വെച്ചു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് നല്ല ഭംഗിയായി തന്നെ മുടി കെട്ടി കൊടുത്തിട്ടുണ്ട്. കഴുത്തിൽ ശിവയുടെ മാലയും ചെറിയൊരു റോസ് ഗോൾഡ് ചെയിനും മാത്രമാണ്. കയ്യിലൊരു ചെയിനും മറക്കയിൽ വളയും കാതിൽ കുഞ്ഞൊരു സ്റ്റഡും ഇട്ടിട്ടുണ്ട്. കണ്ണെഴുതി കുഞ്ഞൊരു ചുവന്ന പൊട്ടും കൂട്ടി തൊട്ടതും വല്ലത്തൊരു ഭംഗിയായിരുന്നു പെണ്ണിനെ കാണാൻ. ഒരു നിമിഷം നന്ദ പോലും കണ്ണുകൾ ചിമ്മാതെ അവളെ നോക്കി നിന്നു പോയിരുന്നു. കണ്ണ് തട്ടാതിരിക്കട്ടെ. കണ്ണിൽ നിന്നും ഒരല്പം കന്മഷി കൂടി എടുത്ത് അവളെ ചെവിക്ക് പുറകിൽ തൊട്ടു കൊടുത്തുകൊണ്ട് നന്ദ പറഞ്ഞു. നുണക്കുഴി കാണിച്ചൊന്ന് ചിരിച്ചു കൊടുത്തു പെണ്ണ്. റെഡിയായോ എൻ്റെ കുട്ടി? അങ്ങോട്ട് വന്നുകൊണ്ട് തേവരാണ് ചോദിച്ചത്. കയ്യിൽ ഉണ്ണിക്കുട്ടനും ഉണ്ട്. പിന്നെ ഏട്ടത്തിൽ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് വലിയേട്ടാ. തുമ്പി ഒരു ചിരിയോടെ അവർക്കരികിലേക്ക് ചെന്നു. ചുംബി കണം ബാർബിയെ പോലെയുണ്ട് അല്ലേ പപ്പേ? പിന്നെ അവളെൻ്റെ കുഞ്ഞല്ലേ. ഉണ്ണിക്കുട്ടൻ തുമ്പിയുടെ കവിളിൽ തൊട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും ദേവനും ഒരു ചിരിയോടെ മറുപടി നൽകി. എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇനി നിന്ന വൈകും. ഉണ്ണിയുടെ കവിൾ ഒന്നും മുത്തിക്കൊണ്ട് മൂന്നാളോടുമായി പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയവൾ ഫ്ലാറ്റിലേക്ക് നടക്കും വഴി സാരി ഉടുക്കാൻ ഏട്ടത്തിൻ്റെ അടുത്ത് പോകുക എന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ ഞാൻ ഉടുപ്പിച്ചു തന്നോളാം എന്നും പറഞ്ഞ് വന്നവനെ ഓർത്തൊന്ന് ചിരിച്ചു പോയി തുമ്പി. സാരിയും എടുത്ത് അവന് പിടികൊടുക്കാതെ ഇറങ്ങി ഓടിയതാണ് പെണ്ണ്. മുഖം വീർപ്പിച്ച് നിൽക്കുന്നവൻ്റെ പിണക്കം തീർക്കാൻ ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഡോർ തുറന്ന് പതിയെ തലേന്ന് അകത്തേക്ക് ഇട്ട് നോക്കി തുമ്പി. അകത്തൊന്നും കാണാതെ വന്നതും ആൾ വലിയ പിണക്കത്തിലാണെന്നും മനസ്സിലായി അവൾക്ക്. വാതിൽ ലോക്ക് ചെയ്ത് റൂമിൻ്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് നോക്കിയതും കണ്ടു. ബാൽക്കണിയിലായി പുറത്തേക്ക് നോക്കി നിൽക്കുന്നവനെ. ജീൻസ് പാൻറ് മാത്രമാണ് വേഷം. ഒരു ടവൽ കഴുത്തിൽ ചുറ്റിയിട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ പോവൻ റെഡിയായിട്ടില്ല കക്ഷി. തുമ്പി എന്ന് ചിരിച്ചു പോയി. ആദ്യമായി കണ്ട ആയുഷ് വർമ്മയും തുമ്പിയുടെ ദർശനം തമ്മിൽ രാവും പകലും പോലുള്ള വ്യത്യാസമാണിന്നും. ആ കണ്ണിലെ പ്രണയത്തിന് പോലും വ്യത്യാസമുണ്ടായിരുന്നു. ആയുഷായി മുന്നിലെത്തിയപ്പോൾ എല്ലാം മിഴികളിൽ പ്രണയവും തന്നോടുള്ള കൗതുകവും ഒരുപോലെ മുന്നിട്ട് നിന്നിരുന്നത് തുമ്പി ഓർത്തു. ശിവദർശനെ തേടി താൻ ഈ ഫ്ലാറ്റിൽ എത്തിയ നിമിഷം മുതൽ ആ മിഴികളിലെ പ്രണയത്തിൽ സ്വാർത്ഥതയും വാശിയും ഭ്രാന്തും ഒരുപോലെ കലർന്നു പോയിരുന്നു. തന്നോട് മാത്രം കുറുമ്പും കുസൃതിയും സ്നേഹവും പ്രണയവും കാണിക്കുന്നവൻ വല്ലാത്തൊരു ഇഷ്ടമാണ് അവൾക്ക്. പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ഇഷ്ടം. അവനിൽ അവളൊരു ഭ്രാന്താണെങ്കിൽ അവളിൽ അവനുള്ള പ്രണയമാണ് ഭ്രാന്തായി വളർന്നത്. ഇരുവരിൽ നിന്നും ഒരിക്കലും അതിനെ പിഴുതെടുക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് മാത്രം. പതിയെ ശബ്ദമുണ്ടാക്കാതെ അരികിലെത്തിയതും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവളെ ഒരു കൈയാൽ ചുറ്റെടുത്ത നെഞ്ചിലേക്കിട്ടവൻ തുമ്പിയെന്ന് വിറച്ചുപോയി. ബലിഷ്ഠമായ ആ കൈകൾ നഗ്നമായ വയറിൽ പടർന്നു കയറിയതും ഒരു പിടച്ചിലോടെ അവനെ നോക്കിപ്പോയി തുമ്പി. ഈ മകൾ ചിമ്മാതെ അവളെ നോക്കി നിൽപ്പാണവൻ. ദേഷ്യവും വാശിയും നിറഞ്ഞ കണ്ണുകളിൽ അവളുടെ മുഖവും രൂപവും കാണി അത്ഭുതവും കൗതുകവും ഒരുപോലെ നിറഞ്ഞു പോയിരുന്നു. മിഴികളിൽ വല്ലാത്തൊരു തിളക്കം. അത്രയും ഇഷ്ടത്തോടെ കൊതിയോടെ അവളുടെ മുഖത്തിൻ്റെ ഓരോ കോണിലും അവൻ്റെ മിഴികൾ അലഞ്ഞു. പിണക്കം തീർക്കാൻ ഓടി വന്നവൾ ആ മുഖത്തെ ഭാവത്തിലേക്കും പിടച്ചിലോടെ നോക്കി നിന്നുപോയി. ഒരു നോട്ടം കൊണ്ട് പോലും അവളെ വിവശയാക്കി കളഞ്ഞവൻ. ദർശ, വേദ, പതിയെ വിളിച്ചുകൊണ്ട് അവൻ വിടർന്ന ചുണ്ടുകളിലൊന്നും മുത്തിക്കൊണ്ട് നുണഞ്ഞതും ഒന്നും മൂടിക്കൊണ്ട് അവൻ്റെ കൈകളിലേക്ക് ഒതുങ്ങിപ്പോയവൾ. അതിരങ്ങളിലെ മധുരം വല്ലാത്തൊരു കൊതിയോടെയായിരുന്നു അവളിലെ അവൻ്റെ ചുണ്ടുകളുടെ ചലനം. പതിയെ കടിച്ചു നുണഞ്ഞും അവളെ നുകർന്നുകൊണ്ടിരുന്നു. വിരലുകൾ വയറിലൂടെ എന്തിനോ അലഞ്ഞു. തേടിയത് കയ്യിൽ തടഞ്ഞതും അതിലായി വിരലുകൾ ചുഴറ്റി പിടിച്ച് അവളെ ഒന്നുകൂടി അവൻ ദേഹത്തേക്ക് ചേർത്ത് വെച്ചു. തുമ്പി ശക്തമായി ഒന്ന് വിറച്ചു പോയത് അവൻ തൊട്ടറിഞ്ഞു. ശരീരത്തിന് ഒരു തൂവലിൻ്റെ ഭാരം പോലും ഇല്ലാത്തതുപോലെ അവൾ തളർന്നു. ആദരങ്ങൾ ഒന്നാകെ അമർത്തി നുണഞ്ഞ് അവൻ ചുംബിച്ചു മാറിയതും തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണവൾ. കിതപ്പിലും ഒരു ചെറുചീരിയോടെ അവൾ ഇറുക്കെ പുണർന്നു പിടിച്ചു ശിവ. ഏറെ നേരം തുടിപ്പ് താഴത്തിൽ ആകുവോളം ഇരുവരും അങ്ങനെ നിന്നു. ദർശ, പോവണ്ടേ? ലേറ്റായി. അതെന്താ? ഇന്നെൻ്റെ വേദ സാരി കൊടുത്ത് വലിയ കുട്ടിയായില്ലേ. സോ കുറുമ്പോടെ ചിരിച്ചുകൊണ്ടവൻ അവളെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തും. കണ്ണു മിഷ നോക്കുന്നുണ്ട് തുമ്പി. ഇങ്ങനെ നോക്കാതെ പെണ്ണേ, താഴെ നിർത്ത് ദുഷ്ട. ഇല്ലല്ലോ, ഇങ്ങനെ നിന്നെ കണ്ടിട്ട് നിലത്തിട്ടിട്ട് പോകാൻ അത്ര ദുഷ്ടനല്ല നിന്റെ ദർശൻ. വാക്കിലും നോക്കിലും കുറുമ്പും കുസൃതിയും ആവളം നിറച്ചുകൊണ്ടാണ് പറച്ചിലും.
തൊണ്ട വരണ്ടതുപോലെ ഒമ്മിനീരുന്ന് ഇറക്കിപ്പോയി തുമ്പി. ചെക്കന് റൊമാൻസിൻ്റെ ബാധ കയറിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ലെന്ന് അവൾക്കറിയാം. ദർശ പ്ലീസ്. ചെക്കൻ്റെ മുഖമൊന്ന് വീർത്തു. പൊന്നല്ലേ, ഒന്ന് പോയിട്ട് വേഗം വരാനേ. കയ്യിൽ കിടന്ന കെഞ്ചുവാണ് അവൾ. അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തന്നെ ചെക്കൻ താഴെ നിർത്തി. അവൻ്റെ നെഞ്ചോളം മാത്രമാണ് പെണ്ണിൻ്റെ പൊക്കം. പൂർണ്ണമായും വാക്സ് ചെയ്ത് മസിലും ഉരുട്ടി കയറ്റി വെച്ചിരിക്കുന്ന ശരീരമാണ് അവൻ്റെ. തുമ്പി നേരെ നിന്നതും ഒന്ന് കുനിഞ്ഞവളുടെ കവളിലെ ചുണ്ടുകൾ അമർത്തി വെച്ച് ശിവം. തുമ്പി ഒരു ചിരിയോടെ അവനെ നോക്കുമ്പോഴേക്കും മറുകവളിലും ആ ചുണ്ടുകൾ അമർന്നു. മുള്ളുപോലുള്ള താടിയും മീശയും ഒരുപോലെ അവളെ കൊത്തി നോവിച്ചു. തുമ്പിയുടെ ചുണ്ടെന്ന് കൂർത്തുപോയി. അടുത്ത നിമിഷം തന്നെ അവയൊന്നാകെ പൊതിഞ്ഞു വിട്ടവൻ. ഇങ്ങനെ നിന്നാൽ ഇനിയും കിട്ടും. എൻ്റെ മനസ്സ് മാറുന്നതിന് മുൻപ് പോയി ഷർട്ട് എടുത്ത് വെക്കടി. കാതിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണൊരു ഞെട്ടലോടെ പിടഞ്ഞു മാറി. അടുത്ത നിമിഷം തിരിഞ്ഞ് റൂമിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു പോയി അവനിൽ. വേദ. ചുണ്ടിലും മനസ്സിലും ആ നാമം മാത്രം ബാക്കിയാണ്, അവൻ്റെ ലോകമായുള്ള നാമം. നീ മുണ്ടെടുക്കുന്നില്ല ദർശ? ഇന്നും പാൻ്റാണോ? ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊടുത്തുകൊണ്ടാണ് തുമ്പിയുടെ ചോദ്യം. ബ്ലാക്ക് ഷർട്ടും ആൻഡ് ജീനുമാണ് വേഷം. തുമ്പി ഒരിക്കൽ പോലും അവനെ നാടൻ വേഷത്തിൽ കണ്ടിട്ടുമില്ല. അതാണ് എടുത്തു ചോദിച്ചത്. എനിക്കത് കംഫർട്ടല്ല വേദ. പിന്നെ ഇന്ന് പോകുന്നത് പോലും നിനക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഞാൻ അവിടെ ഓണം ആഘോഷിക്കാനൊന്നുമല്ല. തെല്ലൊരു പരിഭവം ഇല്ലാതെയില്ല ആ പാർശ്യലും. അതിന് വെറുതെ ഒന്ന് ചിരിച്ചു വിട്ടു തുമ്പി. അല്ലാതെ അത് തീർക്കാൻ നിന്നാൽ എവിടേക്കും പോകില്ലെന്ന് അവൾക്ക് ഉറപ്പാണ്. ഇനി നിന്നാൽ ലേറ്റ് ആവും. പോയാലോ? വിഷയം മാറ്റാൻ എൻ്റെ കൊച്ചു വല്ലാതെ മിടുക്കിയാണല്ലേ. പക്ഷേ ഇത് ശരിയാ, നിനക്കുള്ളത് വന്നിട്ട് തരാം. മുതലും പലിശയും ചേർത്ത് ഞാൻ എടുത്തോളാം. അവളെ മൊത്തമായി ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് ഇടുപ്പിലൂടെ ചുറ്റി അടുത്തേക്ക് വലിച്ച് ആ ചുണ്ടിൽ അമർത്തി മുത്തിയാകുന്നു മാറിയവൻ. തുമ്പി എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് പ്രവൃത്തിയും പറച്ചിലുമൊക്കെ കഴിഞ്ഞു. വാടി. ഇനി മെഷീൻ നിൽക്കുന്നവളെ തോളിലൂടെ കയറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. മുന്നോട്ട് നടക്കുമ്പോൾ രണ്ടുപേരുടെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇതേ സമയം തുമ്പി തൻ്റെ വഴിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള അവസാനത്തെ ആയുധവുമായി അവൾക്കായി കാത്തു നിൽപ്പായിരുന്നു ജാൻവി. ക്രൂരമായ ഒരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവളല്ലേ വേദ നീ? നിന്റെ അപ്പച്ചിയുടെ മാനത്തിന് ഇപ്പോൾ നിന്റെ ജീവൻ്റെ വിലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പറയുന്നതിനോടൊപ്പം തുമ്പിയുടെ ചിത്രത്തിലായി റെഡ് മാർക്ക് കൊണ്ട് ഒരു വെട്ടും തീർത്തവൾ. ഒന്നിച്ചുള്ള യാത്രയിൽ ഇരുവരും തീർത്തും നിശബ്ദരായിരുന്നു. കാറിലാണ് പോകുന്നത്. തുമ്പിയുടെ കംഫർട്ട് മാത്രം നോക്കിയെടുത്തതാണ് അവൻ. ഒരു വാക്ക് പോലും മിണ്ടാതെ ഡ്രൈവിങ്ങിൽ മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധ. കുഞ്ഞൊരു പിണക്കത്തിൻ്റെ ബാക്കി പത്രം പോലെ തുമ്പിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്ന് തുളുമ്പി. വീകൃതി. ഹൃദയം പോലും ആ നാമമാണ് പറയുന്നത്. ഒരു നിമിഷം തുമ്പി അവനെ ഇമച്ചിമ്മാതെ നോക്കിയിരുന്നു പോയി. ബ്ലാക്ക് ഷർട്ടിൽ അവൻ്റെ വെളുത്ത നിറം എടുത്തു കാണിക്കുന്ന പോലെ കയ്യിലെ രോമങ്ങളെല്ലാം ഒരു നിദ്രയിൽ എന്നതുപോലെയാണ്. കുറുമ്പ് പിടിച്ച ഒരു മുഖമാണ്. ആർക്കും എടുത്തുനിന്ന് കൊഞ്ചിക്കാൻ തോന്നിപ്പോകുന്ന മുഖം. കണ്ണുകൾ തിളങ്ങുന്ന നക്ഷത്രം പോലെ. നീളമുള്ള മുടിയിഴകൾ കാറ്റിലുലയുന്നു. അതിങ്ങനെ അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കും. അവനെ നോക്കും തോറും ഉള്ളിലെ പ്രണയത്തിൻ്റെ ആഴം ഏറുന്ന പോലെ. നമുക്ക് തിരിച്ചു പോവാൻ ദർശ. പതിയവൻ്റെ തൂളിലേക്ക് ചാഞ്ഞിരുന്ന് തുമ്പി. എന്താ? മുഖം കുറിച്ച് അവളെ നെറ്റിയിൽ മുകർന്നുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. എനിക്ക് അങ്ങും പോവണ്ട. എന്തുപറ്റി? എനിക്ക് നിൻ്റെ കൂടെ നിന്നാൽ മതി. ശരിക്കും? ചെക്കൻ്റെ ഇരുമിഴികളിലും ഒരു നക്ഷത്രം മിന്നി. നമ്മൾ മാത്രം. വീണ്ടും ഉറപ്പിനെന്നതുപോലെ ചോദിക്കുന്നവൻ. അവളുടെ ചൊടികൾ ഒന്ന് വിടർന്നു പോയി. അതേ ചിരിയോടെ മുഖമൊന്നുയർത്തി അവൻ്റെ താടിയിൽ ഒന്ന് മുത്തിയവൾ. നമ്മൾ മാത്രം. ദർശനം അവൻ്റെ വേദയും മാത്രം. അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ തോളിലേക്ക് തന്നെ ചാഞ്ഞു തുമ്പി. സ്വന്തം ആഗ്രഹങ്ങളെക്കാളും അവൻ്റെ മോഹങ്ങളായിരുന്നു ശിവയുടെ വേദയ്ക്ക് വലുത്. ഒരുപാട് അനുഭവിച്ചു തീർത്തവനല്ലേ. ഇനിയും ഒന്നിൻ്റെ പേരിലും അവനൊരു സങ്കടം ഉണ്ടാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അവന് ചുറ്റും ഇങ്ങനെ നടക്കുന്നത് പോലും അതുകൊണ്ടാണ്. അവന് താൻ മാത്രമല്ലേ ഉള്ളൂ. ഈ വാശിയും പിണക്കവും ഒക്കെ തന്നോടല്ലേ കാണിക്കൂ. മറ്റാർക്കും ഒന്നും കാണാൻ പോലും സാധിക്കില്ല ഇതൊന്നും. ചുറ്റിനും സ്നേഹം കൊണ്ട് മൂടാൻ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും തുമ്പിയുടെ ഉള്ളിൽ ഈ ഒരുവൻ മാത്രമേയുള്ളൂ, അവൻ്റെ പ്രണയം മാത്രം. കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തെല്ലൊരു അത്ഭുതം തോന്നിപ്പോയി അവൾക്ക്. കാറിലിരുന്ന അവൻ്റെ തോളിൽ ചാഞ്ഞു മയങ്ങിപ്പോയതാണ്. എത്ര നേരം കിടന്നു പോയെന്നൊന്നും അറിയില്ല. തന്നെ തണുത്ത അന്തരീക്ഷമാണ് ചുറ്റും. മുളകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു വീട്ടിലാണ് കിടക്കുന്നത്. വിടർന്ന കണ്ണുകളോടെ ചുറ്റുമൊന്ന് നോട്ടം പായിച്ചവൾ. വല്ലാത്ത ഭംഗിയുള്ളൊരു കാഴ്ച. ശരീരത്തെ പോലും മനസ്സിലും കുളിർമ നിറയ്ക്കുന്ന കാഴ്ച.
മഞ്ഞ നിറത്തിലുള്ള ലെഡ് ലൈറ്റ് കൊണ്ട് ഒരു ഭാഗത്ത് കവർ ചെയ്തിട്ടുണ്ട്. ആ ലൈറ്റിൻ്റെ പ്രകാശം മാത്രമാണ് അവിടെയുള്ളത്. ദർശ ചുറ്റുമൊന്ന് നോക്കിക്കണ്ട അവനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി തുമ്പി. മുന്നിലൊരു പുഴയാണ്. അതിൻ്റെ തീരത്തായി നിൽക്കുന്നവനെ കാണി അത്രയും ഭംഗി അവളുടെ ചൊടികൾ ഒന്ന് വിടർന്നു പോയി. ഉടുത്തിരുന്ന സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ അടുത്തേക്ക് നടന്നു തുമ്പി. എന്ത് ചെയ്യാ എവിടെ? പുറകിൽ നിന്നും അവനെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ആ തൊടിൽ മുഖം അമർത്തിക്കൊണ്ടാണ് അവളുടെ ചോദ്യം. ഒന്നും ചെയ്യുന്നില്ല വേദ, ചെയ്യാൻ പോകുന്നതേയുള്ളൂ. പറയുന്നതിനൊപ്പം അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടവൻ തിളങ്ങുന്ന നീലമിഴികൾ ഉയർത്തി അവനെ നിന്ന് നോക്കി തുമ്പി. ഉള്ളിൽ ഒരു മിന്നലടിച്ചതുപോലെ ഹൃദയം അവന് വേണ്ടി തുടികൊട്ടി. അത്രമേൽ ഇഷ്ടത്തോടെ അവന് അവളുടെ അഭാവങ്ങളെ കൊതിയോടെ നോക്കി. എനിക്ക് എൻ്റെ ഭാര്യയെ വേണം, ഇപ്പോൾ ഈ നിമിഷം തന്നെ. കണ്ണുകളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോഴും ആ കണ്ണിലൊരു വാശിയാണ്. മോഹിച്ചത് നേടിയെടുക്കും എന്നുള്ള വാശി. ഇപ്പോഴോ? യാ, ഇവിടെയോ? തുമ്പിയുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് പാഞ്ഞു. എന്തു പറ്റി? ഒന്നുമില്ല. മറുപടി നൽകുമ്പോൾ തുമ്പിയുടെ ചുണ്ടിൽ ഒരു ചിരിയാണ്. നാണത്തിൽ കുതിർന്നു പോലൊരു പുഞ്ചിരി. ശിവയെ കൊതിപ്പിക്കാൻ മാത്രം കേൾപ്പുള്ള ഒന്ന്. ഒരു ചിരിയോടെ അവളെ ഒരു കൈയിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തവൻ മറു കൈകൊണ്ട് അവളെ കവളിനെ പൊതിഞ്ഞു പിടിച്ചതും നീലമിഴികൾ വിടർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി തുമ്പി. ജീവനടി പെണ്ണേ, നിനക്ക് അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. ശിവയുടെ നെഞ്ചൊന്ന് വിറച്ചുപോയി. പ്രണയം അസുരനെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ അസുരനെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ആ സ്വപ്നമാണ്. വേണ്ട, എനിക്കറിയാലോ എൻ്റെ ദർശനെ. അവളുടെ മറുപടിയിൽ അവൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നു. ഒരു നിമിഷം കൊണ്ട് അവളെ ഒന്നാകെ വാരിയിട്ട് മുന്നോട്ട് നടന്നവൻ. ഇരുവരിലും ഒരു പുഞ്ചിരിയാണ്. റൂമിനുള്ളിൽ എത്തിയതും അവളെ താഴെ നിർത്തി ശിവ. തിരിഞ്ഞുന്ന ആ വാതിലടച്ച് താഴെയിടുന്നത് ഉള്ളിലേറി പിടപ്പോടെ നോക്കി നിന്ന് പോയി തുമ്പി. കൈകൾ ഒടുത്തിരിക്കുന്ന സാരിയിൽ മുറുകി തിരിഞ്ഞു നോക്കിയ ശിവ കാണുന്നത് ഈ കാഴ്ചയാണ്. ഒരു വേള അവൻ്റെ ഹൃദയം പ്രണയം കൊണ്ട് ആർദ്രമായി. ഇവിടെ ഇഷ്ടമായോ വേദ? ആ ചോദ്യം കേട്ടും പതിയെ മുഖമുയർത്തി അവനെ നിന്ന് നോക്കി തുമ്പി. പറയുന്നേ, അരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നവൻ. തുമ്പി അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും കുടുങ്ങി നിന്ന് പോയിരുന്നു. വേദ, പറ, ഇഷ്ടായോ? നല്ല തണുപ്പുണ്ട് ഇവിടെ. ചൂട് വേണോ? ഏയ്, അങ്ങനെ പറയല്ലേ ദർശ. വേണം വേദ, ഇനിയും പറ്റില്ലെന്നേ. അവൾക്കരികിലേക്ക് ചുവട് വെച്ചുകൊണ്ടാണ് പറച്ചിൽ. കണ്ണിലും ചുണ്ടിലും നിറയെ കുറുമും കുസൃതിയുമാണ്. അതിലും അപ്പുറം ഉള്ളൊരു തിളക്കം കൂടി അവൾക്ക് കാണാൻ സാധിച്ചു. എത്രയായി വേദ ഇങ്ങനെ? ദർശ, ഞാൻ കുഞ്ഞാ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ അവളെ വലിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് പുറകെ അവനും അമർന്നു. മിഴികൾ ഇറക്കി അടച്ചു കളഞ്ഞു തുമ്പി. തന്നിൽ തട്ടിയകന്നു മാറുന്ന അവന് നിശ്വാസിച്ചോട്. അവിടെയുള്ള തണുപ്പിലും അവളുടെ ഉടലിൽ വിയർപ്പ് പൊടിഞ്ഞു. വേദ, ഞാനല്ലേ? കാതുരം പതിച്ച ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവളിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. വേദ. വീണ്ടും വിളിച്ചിട്ടും അവൾ കണ്ണ് തുറക്കാതെ വന്നതും ചെക്കൻ്റെ മുഖം ഒന്ന് വീർത്തുപോയി. ഒരു നിമിഷം കൊണ്ട് സങ്കടവും പരിഭവവും വാശിയും ഒക്കെ നിറഞ്ഞു. തന്നിൽ നിന്നും അടർന്നു മാറുന്നവനെ അറിയെ തുമ്പി ഒരു ഞെട്ടലോടെ മിഴികൾ വലിച്ചു തുറന്നു. അപ്പോഴേക്കും വാതിലും വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയിരുന്നു ശിവ. ഒരു നിമിഷം തറഞ്ഞിരുന്നു പോയവൾ. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. ഇറങ്ങിപ്പോയവൻ്റെ പിണക്കം എങ്ങനെ മാറ്റുമെന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു പോയവൾ.